ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നേ ഇഫ്താറിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കാണിച്ചു തരേ. ഇതെല്ലാവരും ചെയ്യുന്നതായിരിക്കും, എന്നാലും എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞുകൾ നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാമല്ലോ. അപ്പം ഞാനിന്നേ കട്ട്ലറ്റും കുറച്ച് ബ്രെഡ് റോളും ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. രണ്ടിനും കൂടിയിട്ട് ഞാനൊരു മസാല തന്നെയാണ് ഉണ്ടാക്കി വെക്കുന്നത്. കട്ട്ലറ്റിൽ ഉരുളക്കിഴങ്ങ് ഒന്ന് പൊടിച്ചിട്ട് അത് ഇടുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സവാള ഇട്ടു, അതിൽ കുറച്ച് ചിക്കന് നന്നായിട്ട് ഞാൻ മിക്സിയിലൊന്നും ഇട്ടാക്കൂല കേട്ടോ. നമ്മൾ നന്നായിട്ട് കൈ കൊണ്ടിങ്ങനെ പിച്ചി പിച്ചി അങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഈ കീമയൊക്കെ കിട്ടും, ചിക്കൻ്റെയും ബീഫിൻ്റെ ഒക്കെ. പക്ഷെ ഇവിടെ ആർക്കും അത് ഇഷ്ടമല്ല. അപ്പം അതുകൊണ്ട് കീമ ഞാൻ യൂസ് ചെയ്യാറില്ല. ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ മസാലയും അധികം ഇടൂല കേട്ടോ. ജസ്റ്റ് വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല മാത്രമേ ഇടുള്ളൂ കേട്ടോ. പിന്നെ ബ്രെഡ് റോളിനുള്ള കുറച്ച് മസാല ബാക്കി വെച്ചിട്ട് ചിക്കൻ കട്ട്ലറ്റിനുള്ളതിൽ കുറച്ച് പൊട്ടറ്റോ നന്നായിട്ട് മാഷ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്യും കേട്ടോ. പൊട്ടറ്റോ ഞാൻ ഒരുപാട് വേവിക്കൂല. ജസ്റ്റ് ഒരു വിസിലൊക്കെ വരുത്തുള്ളൂ. ഒരുപാട് വേവിക്കുമ്പോൾ എനിക്കിങ്ങനെ പിടിച്ചിട്ട് കിട്ടാത്ത പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നാറുണ്ട്. ബ്രെഡ് റോളിന് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ റോളർ വെച്ചിട്ട് പരത്തും. ചിലപ്പോൾ ഞാൻ ജസ്റ്റ് വെള്ളം നനച്ചിട്ട് കയ്യിൽ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാറുണ്ട്. ബ്രെഡ് റോള് എനിക്ക് ആ സൈഡ് കളയാണ്ടാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അതിങ്ങനെ പൊരിക്കുമ്പോൾ എനിക്കത് കടിക്കുന്നത് ഇഷ്ടമാണ്. പക്ഷെ കുറച്ചുകൂടി എളുപ്പം നമുക്ക് സൈഡ് കട്ട് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇതേപോലത്തെ ഡിസ്പോസിബിൾ പാത്രത്തിൽ ആണ് സൂക്ഷിച്ചു വെക്കുക. ഈ സാധാരണ നമ്മളെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഒക്കെ ഇല്ലേ, അതിൽ സൂക്ഷിച്ചു വെക്കുന്നേക്കാളും ഇങ്ങനത്തേൽ സൂക്ഷിച്ചു വെക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് വിട്ട് കിട്ടാനും. പിന്നെ മറ്റേ പാത്രങ്ങളൊക്കെ നമ്മൾ ഓവൻ സേഫ് ഒക്കെ ആയിട്ടുള്ളതൊന്നും ഫ്രീസറിൽ വെച്ചിട്ട് കേടാവും, അത് നമ്മൾ പെട്ടെന്ന് നാശാവുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതാവുമ്പോൾ നമുക്ക് യൂസ് ചെയ്തിട്ട് എടുത്ത് കളയാൻ പറ്റും ഒരു പ്രാവശ്യം യൂസ് ചെയ്താൽ. പിന്നെ ഇതിൻ്റെ മേലായിട്ട് ഒന്നില്ലെങ്കിൽ ബേക്കിംഗ് പേപ്പർ അല്ലെങ്കിൽ പാച്ച്മെൻറ്റ് പേപ്പർ ഇത് കട്ട് ചെയ്തിട്ട് മേലെ വെക്കും. ഫ്രീസറിൽ നിന്നൊക്കെ എളുപ്പം നമുക്ക് പുറത്തൊന്നും നേരത്തെ എടുത്ത് വെക്കാതൊക്കെ ഇത് എടുക്കാനായിട്ട് നമുക്കിത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ മേലക്ക് അടക്കി വെക്കുമ്പോൾ ഇത് ഐസോട് കൂടിയിട്ട് വിട്ട് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതാവുമ്പോൾ ആ ടൈമിലെടുത്ത് പുറത്ത് വെക്കുക, അടർത്തിയെടുക്കുക, പൊരിക്കുക, എളുപ്പമാണ്. നമ്മൾ ഈ ചെയ്യുന്ന രീതിയൊന്നും ഉണ്ടല്ലോ, നമ്മൾ ഉമ്മമാർക്കൊന്നും പിടിക്കൂല ട്ടാ. എൻ്റെ ഉമ്മച്ചിയൊക്കെ എപ്പോഴും പറയും, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നെ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കിയാൽ പോരെ എന്ന് ചോദിക്കും. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് മടിച്ചികളായിട്ടുള്ളവർക്കൊക്കെ ഇത് എളുപ്പമാണ്. പക്ഷെ ഇതൊന്നും ഒരിക്കലും ഒരു ഫ്രഷ്നെസ് കുറവായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇങ്ങനെ തന്നെയാണ് കുറേ നാളുകളായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇത് ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട്ലറ്റിനെ ഞാൻ ജസ്റ്റ് റോൾ ചെയ്തിട്ട് ബ്രെഡ് ക്രംസും മുട്ടയിലും ഒന്നും മുക്കി പൊരിക്കാതെയാണ് ഫ്രീസറിൽ വെച്ചിരുന്നത്. പിന്നെ ഞാൻ എല്ലാം ചെയ്ത് കോട്ടിങ്ങും ഒക്കെ ചെയ്തിട്ട് വെച്ച് തുടങ്ങി ഫ്രീസറിൽ. പക്ഷെ എന്നിട്ടും ഒരു കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരുപാട് ദിവസമൊന്നും നമ്മൾ വെക്കില്ലല്ലോ. നമ്മൾ റമദാന്റെ ടൈമിലൊക്കെ ഇഫ്താറിന് പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ എടുത്ത് തീർക്കുമല്ലോ. ബ്രെഡ് റോൾ ഉണ്ടല്ലോ, ഞാൻ എഗ്ഗിൽ മുക്കണേക്കാളും പകരം മൈദ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കാട്ടോ ചെയ്യുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കറിയില്ല. എനിക്ക് രണ്ടും ചെയ്തതിലും എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത് മൈദയിൽ ചെയ്തപ്പോഴാണ്. അപ്പോൾ തുടക്കക്കാരിയാണ്, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.